അതെ, നമ്മളെ ഒരുപാട് വിശ്വസിക്കുന്നു. സാറിനപ്പം നമ്മൾ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ച സാറ് നമ്മളെ ശ്രദ്ധിക്കാറ് പോലുമില്ലാന്ന്. പാവം സാറ് നമ്മളെന്തായാലും കുറ്റം പറഞ്ഞു. സാറിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമുക്ക് സാറിന് വേണ്ടി ടോപ്പ് 1 ലെവൽ വാങ്ങിച്ചു കൊടുത്താലോ? ഞങ്ങൾ റെഡി. തൽക്കാലം ഇത് സാർ അറിയണ്ട. അല്ല, എന്താ പ്ലാൻ? നമ്മുടെ സെക്ഷൻ ഏതാ? സ്മാർട്ട് ഫോൺ. ഓക്കെ, നമുക്ക് സ്മാർട്ട് ഫോൺ ഡീറ്റെയിൽസ് എഡിഷനാക്കാം. ചെറിയൊരു ചേഞ്ച്. വാവ്, സൂപ്പർ ഐഡിയ. സാർ വരുന്നു. ബാക്ക് ടു സീറ്റ്. ഓക്കെ, നമുക്ക് പണി തുടങ്ങാം. ജിമിന് ഇത് കഴിച്ചോ? ഓ, താങ്ക് യു. നിനക്കിനി വേറെന്തെങ്കിലും വേണോ? വേണ്ട. നീ നല്ല ഹാൻസം ആണ് കേട്ടോ. ഓക്കെ ജിമിൻ, ഞാൻ പോട്ടെ. ഇവന് നേരം ജിമിനെ ചുറ്റി പറ്റി നടക്കണത്. ജിമിൻ. ഒന്നുമില്ല, പൊക്കോ. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കോ? എന്ത് പറ്റി? വോൻഹോയുമായി എന്താ നിനക്ക്? നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയല്ലേ? സാർ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത്? ഏയ്, ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബൈ. പറ സാർ. ജിമിനെ, പോവാ നമുക്ക്. ആടാ, പോവാ. യു ക്യാൻ ഗോ. ബൈ, ഗുഡ് നൈറ്റ്. സാറിന് ഇതും തെറ്റി? പതിവില്ലാത്തൊരു എപ്പോഴാളും ഗുഡ് നൈറ്റ് ഒക്കെ എന്ത് പറ്റിയോടാ? നിങ്ങളെന്താ സാർ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല, വീട്ടിലേക്ക് എങ്ങനെ പോകണമെന്ന് ചോദിച്ചതാ. അതാണാ? വായോ, നമുക്ക് പോവാം. നല്ല ക്ഷീണമുണ്ട്, വീട്ടിൽ പോയി കിടന്നൊന്നുറങ്ങണം. ഓ യുങ്കി, നിനക്കിത് എന്ത് പറ്റി? എന്തിനാ നിനക്ക് ചോദിക്കാൻ പോയത്? നിനക്ക് വട്ടായോ? ജിമിൻ ആരോട് സംസാരിച്ചാലും നിനക്കെന്താ? നീ എന്തിനാ അതിൽ അസൂയപ്പെടുന്നത്? ഓ, എന്താ എനിക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ജിമിനോട് എനിക്ക് പൊസസീവ് ആകുന്നത്? അല്ല, ജിമിൻ എന്തുകൊണ്ടാണ് ഉനുവിനോട് കളവ് പറഞ്ഞത്? ഞാൻ ചോദിച്ചത് പറഞ്ഞു കൊടുക്കാതിരുന്നതോ? ഓ, എൻ്റെ തല പൊട്ടിപ്പോകുന്ന പോലെയുണ്ട്. ഓ, കാം ഡൗൺ. ഒന്നുമില്ല. ഓക്കെ, യു ആർ ഓക്കെ. ഐ ആം ഓക്കെ. എന്തിനാ സാറിനോട് അങ്ങനെ ചോദിച്ചത്? ഇതുകൊണ്ടാണ് എനിക്ക് സാറടുത്ത് വരുമ്പോൾ മാത്രം ഹൃദയം വേഗത്തിരിക്കുന്നത്. ആവോ മാങ്ങാതലി, ഇങ്ങേർക്ക് വേറെ എന്തൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു? മനുഷ്യൻ്റെ ഉറക്കങ്ങളെ. എനിക്കറിയില്ല നിന്നോട് മാത്രം എന്താ ഇങ്ങനെയെന്ന്. ആരോടാടാ? എന്ത്? എനിക്കറിയില്ല നിന്നോട് മാത്രം ഇങ്ങനെയെന്ന്. അതാരോടാണെന്ന്? ഒന്ന് പോ മമ്മി, എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലെന്നാ പറഞ്ഞ. അല്ലാതെ മമ്മി വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാനെന്ത് വിചാരിച്ചു? അത് ജിമിനി, നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം കാണുന്ന പൂരി. ഓ, ഇനി മുതൽ വാതിൽ കുറ്റിയിടണം. ഞാൻ വാതിലിന്റെ പുറത്തൊന്ന് ഒളിഞ്ഞു നിന്നേക്കോടാ. ഒന്ന് പോ മമ്മി. നീ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Best Businessman of the Year, Minyungi of Minsugape Limited. Congratulations. Congrats sir. 슈가입니다. 소란의 노래 오늘 취하면을 프로듀싱하며 음악적 깊이를 다시 한 바 있죠. 축하합니다. ഗുഡ് ഈവനിങ് ഓൾ. താങ്ക് യു സോ മച്ച്. ഈ അവാർഡ് എനിക്ക് നേടാൻ കാരണം അത് എൻ്റെ എംപ്ലോയീസാണ്. ഒരുപാട് നന്ദി. നിങ്ങളുടെ ഹാർഡ് വർക്കിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓ, നമ്മുടെ സാർ എൻ്റെ ഹാൻസം ആണല്ലേ? അതെ, സാർ ഈ ഒരു മാസം കൊണ്ട് ഒരുപാട് മാറിയല്ലേ? ഇപ്പൊ ചിരിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതെ, സാർ ഇപ്പോൾ ഹാപ്പിയാണ്. പിന്നെ ജിമിനോട് ഒരു പ്രത്യേകത ഉണ്ട് സാറിന്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുണ്ട്, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നോടെന്ത്? ഒന്ന് പോ സാധനങ്ങളെ, നിങ്ങൾക്ക് തോന്നുന്നത്. സാർ വരുന്നു. മാനേജർ വന്നു, സാറിനോട് സംസാരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ജയിച്ചില്ലേ? യെസ്, നീ ജയിച്ചു. കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. ഞാൻ നിന്നോട് ഒരുപാട് മോശമായി സംസാരിച്ചു, വെല്ലുവിളിച്ചു. ഐ ആം റിയലി സോറി ഫോർ എവറിത്തിങ്. ഞാൻ നിന്റെ വാക്ക് പാലിക്കുന്നു. നിനക്ക് ഞാൻ ഒരു ശല്യമാവില്ല. ഞാൻ എൻ്റെ മാനേജർ സ്ഥാനം രാജിവെക്കുന്നു. ഞാൻ എന്നേക്കുമായി പോകുന്നു ഇവിടം വിട്ടു. എന്നോടൊന്ന വാക്കിന്റെ പേരിലാണെങ്കിൽ വേണ്ട.
സാരില്ല, നീ രാജിവെക്കേണ്ടതില്ല. ബട്ട് സുഗ, സാരമില്ല, നമുക്കെല്ലാം ആക്കാം, നല്ല സുഹൃത്തുക്കളാകാം. നിന്റെ വലിയ മനസ്സാണ് യുങ്കി. താങ്ക് യു സോ മച്ച്. ഞാൻ പോട്ടെ, ബൈ. പിന്നെ നീ ഒരുപാട് മാറിയിട്ടുണ്ട്. ചിരിക്കുന്നു, മറ്റുള്ളവരുടെ കാര്യത്തിൽ കെയർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ജിമിൻ. നിങ്ങൾ കാരണമാണ് എനിക്കിന്ന് ജയിക്കാനായത്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കേ സാർ. സാർ ഹാപ്പി അല്ലേ? അത് മതി. ജിമിൻ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോനെ, കൺഗ്രാറ്റുലേഷൻസ്. മമ്മി, എല്ലാം ഇവർ കാരണമാണ്. അതെനിക്ക് അറിഞ്ഞൂടെ. യുങ്കി, ഒന്ന് വന്നേടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ്റി മമ്മി? നിനക്ക് ജിമിനെ ഇഷ്ടമാണെങ്കിൽ അത് അവനോട് പറയാടാ. ഒന്ന് പോ മമ്മി. ഇഷ്ടോ? എനിക്കാ. അതെ, നീ വലിയ ജാട കാണിച്ച് ഷോ ഇറക്കണ്ട. എനിക്കറിയാം, വേണേ പോയി പറയല്ലെങ്കിൽ വേണ്ട. അവനെ വേറെ ആരെങ്കിലും കൊണ്ടുപോകുമ്പോഴേ നീ പഠിക്കൂ മമ്മി. അവനെ വേറെ ആരെങ്കിലും കൊണ്ടുപോകുമ്പോഴേ നീ പഠിക്കൂ മമ്മി. എന്നാ പോയി പറയണോ? എനിക്ക് പേടിയാണ്. നീ എന്നെ നാണം കെടുത്തോ? ഇത്രയും വീരശൂര പരാക്രമിയാ നിനക്ക് ഒരാളോട് ഇഷ്ടമെന്ന് പറയാൻ പറ്റൂലേ? ജിമിന്റെ അടുത്ത് പോകുമ്പോ തന്നെ എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടും. എനിക്ക് അവന്റെ കണ്ണിൽ പോലും നോക്കാൻ പറ്റില്ല. എന്താണ് ഈ ആലോചിക്കുന്നത്? ചെല്ല്. ഇതേതാ ഇറങ്ങ്? ഇത് ഞാൻ മമ്മീനോട് പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസം കൊറിയൊക്കെ ട്രിപ്പ് പോയപ്പോ സ്ക്യൂബ ഡൈവിങ്ങിന്റെ ഇടയിൽ വെള്ളത്തിൽ നീട്ടിയതെന്ന്. നീ എന്തിനാണ് കണ്ടാൾക്ക് എടുക്കണത്? അതല്ല മമ്മി ഇതിന്റെ ഡിസൈൻ നോക്ക്. ഒരു യൂണിക് പാറ്റേൺ അല്ലേ? എനിക്കിത് ഒരുപാട് ഇഷ്ടമായി, കളയാൻ തോന്നിയില്ല. ഇങ്ങനെ ഒരു ഡിസൈൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടാ. സാറിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ടല്ലോ. ജിമിൻ എവിടെ? എല്ലാവരും ഇപ്പൊ അവിടെ ഉണ്ട്. കമ്മിറ്റഡ് ആണോ? മമ്മി, നീ ഒന്ന് ചുമ്മാതിരി. പറയടാ. എന്റെ അറിവിലില്ല, സിംഗിൾ ആണ്. ജിമിൻ. യെസ് സാർ. ഒന്ന് വരാവോ? ചെല്ലടാ. അതെ, ചെല്ലു. പോണേ. സാറിന് ജിമിൻ ഇഷ്ടമെന്ന് തോന്നണ ഗൈസ്. അതെങ്ങനെ നിനക്കറിയാ? സാറിനാവും ഇപ്പൊ തന്നെ എന്നോട് ചോദിച്ചേന്ന്. എന്ത്? ജിമിൻ സിംഗിൾ ആണോന്ന്. അയ്യോ, എന്റെ ജിമിൻ കൈവിട്ടു പോയേ. ഒന്ന് പോടാ, അവരാ മേച്ചു. സാറായതുകൊണ്ട് മാത്രം ഞാൻ വിട്ടുകൊടുക്കുന്നു. എന്ത് പറ്റി സാർ? സാർ, ജിമിൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കും സാർ. എന്താ ജിമിന് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഇല്ല, സാറ് പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച് ജിമിൻ. താങ്ക് യു ഫോർ എവറിത്തിങ്.